നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. CPM-ന്റെ വേദിയിൽ, അതായത് പെൺകരുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ വനിതാ നേതാക്കൾ സംഘടിപ്പിച്ച പരിപാടിയിൽ റിനി പോയതും റിനി CPM-ലേക്ക് പോകുന്നു എന്നുള്ള വലിയൊരു ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വലിയ രീതിയിൽ സൈബർ ആക്രമണം വീണ്ടും റിനിക്ക് നേരെ ഉയരുകയാണ്. അതായത് CPM-ന്റെ ചാരപ്പണിക്കാരിയാണ് റിനി എന്ന തരത്തിലാണ് സൈബർ ആക്രമണം വരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് റിനി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനത് ഒരു സ്ത്രീപക്ഷക്കാർ നടത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് അവിടെ പോയി പങ്കെടുത്തതാണ്, അല്ലാതെ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇല്ലാത്തതാണോ അതോ ഈ പറയുന്ന പോലെ തന്നെ സ്ത്രീ സംരക്ഷകർ CPM ആണ് എന്ന് റിനി അങ്ങ് പറയാതെ പറഞ്ഞു വെക്കുകയാണോ? എന്താണ് റിനി ഉദ്ദേശിക്കുന്നത്? റിനിയുടെ അടുത്ത് കുറച്ചാൾ മുമ്പ് ഒരു ചെറിയ യൂട്യൂബർ ഇങ്ങനെ റിനി വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു ചോദിച്ചു, എന്താണ് ഇപ്പോൾ അധികം സോഷ്യൽ മീഡിയയിലൊന്നും കാണുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഇപ്പോൾ പണ്ട് എന്നെ മോളൂസെ ചക്കരെ മുത്തേന്നൊക്കെ വിളിച്ചിരുന്നവരൊന്നും എന്നെ വിളിക്കുന്നില്ല, ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ചോദിച്ചു, ഇനി രാഷ്ട്രീയത്തിലേക്കുണ്ടോ, എല്ലായിടത്തും മത്സരിക്കാൻ എങ്ങാനും തയ്യാറായി നിൽക്കുവാണോ എന്നുള്ളത്. വിളിച്ചാൽ ഞാൻ പോകും, അങ്ങനെ ഒരു ആവശ്യം ആരെങ്കിലും കൊണ്ടുവരട്ടെ, അപ്പോൾ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ വീണ്ടും തിരുത്തി പറയുന്നത്. ഞാൻ ഒരു പാർട്ടിയുടെയും ഇതിലല്ല, ഞാൻ മത്സരിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാനൊരു സ്ത്രീപക്ഷ നിലപാട് അവിടെ വന്നതുകൊണ്ടാണ്. അതായത് സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, സ്ത്രീകൾക്കെതിരെ സോഷ്യൽ മീഡിയ വലിയ ഇത്തരത്തിലുള്ള പോരുകൾ ഉണ്ടാകുന്നു. അതിനെതിരെയുള്ള ഒരു ഇതായിട്ട് KJ ഷൈൻ ടീച്ചർക്ക് വേണ്ടി മാത്രം എടുത്ത ഒരു ഇതല്ല, ആ ഒരു പരിപാടി അത്തരത്തിലുള്ളതല്ല, മൊത്തത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ എനിക്കിത് ചോദിക്കാനുള്ള, CPM പാർട്ടി ഇപ്പോൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമാകുന്നു. ഈ 10 വർഷത്തിൽ ഈ പെൺ പ്രതിരോധം എന്ന് പറയുന്ന സംഘം ഒരു അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നെങ്കിൽ എന്തോരം സ്ത്രീകൾ രക്ഷപ്പെട്ടേനെ അല്ലേ? സമര പരിപാടികൾ നമ്മൾ കണ്ടതാണ്. അനാവശ്യ ഇടങ്ങളിൽ കൈകടത്തുന്ന സ്ത്രീകളുടെ മേൽ അനാവശ്യ ശരീരഭാഗങ്ങളിലേക്ക് കൈകടത്തുന്ന ഇതേ പാർട്ടി നേതാക്കൾ ഇന്ന് രാവിലെ കൂടി കണ്ടു പ്രക്ഷോഭം. ഞാൻ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞു, CPM ബ്രാഞ്ച് സെക്രട്ടറി, അതായത് പാലക്കാട് ചെട്ടിയത്തുമുളമ്പുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറി വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സ്വകാര്യ ഭാഗം കാണണമെന്ന് ഒരാഗ്രഹം, തൻ്റെ സ്വകാര്യ ഭാഗം കാണിച്ചു കൊടുത്തിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് പറഞ്ഞു ആ സ്വകാര്യ ഭാഗം ഒന്ന് കാണിച്ചു തരുമെന്നു. ഇത്രയും കുത്സിതങ്ങളുള്ള, ഇത്രയേറെ CPM നേതാക്കളുള്ള വ്യക്തികളെ തൂത്തുവാരി നിലത്തടിച്ച് എറിയാൻ ഇത്തരത്തിലുള്ള എന്താണ് പെൺ പ്രതിരോധം സംഘടന ഇനി KJ ഷൈൻ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് വരണം. അതിന് റിനി ഉൾപ്പെടെയുള്ളവർ. റിനി പറഞ്ഞിരിക്കും, ഇനി ഏത് സംഘടന ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ എന്തിതുണ്ടെങ്കിലും ഞാൻ പെൺപക്ഷത്താണ്, പെൺ നിലപാടാണ്. ഇത് ഞാൻ കണ്ടില്ല. ഈ റിനി സത്യം പറഞ്ഞാൽ താങ്കൾ എവിടെ പോയിരുന്നു? എന്തെല്ലാം സ്ത്രീകൾ അനുഭവിച്ചിരുന്ന വ്യതകളുണ്ടായിരുന്നു. താങ്കൾ ഒരു വാക്ക് കൊണ്ട് ആ സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ഇട്ടിന് സങ്കടമില്ലായിരുന്നു. കഴിഞ്ഞ മാസം ഈ റിനിയുടെ വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് പാലക്കാടുള്ള DYFI നേതാവ്, ഇതൊന്നും പുറം ലോകം കണ്ടിട്ടില്ല, അതായത് സ്വന്തം ഭർത്താവിൻ്റെ സുഹൃത്താണ് DYFI നേതാവ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഭാര്യയോട് ഒരു ഇച്ചിരി ഇഷ്ടം അതൊന്ന് പ്രകടിപ്പിക്കാൻ വന്ന ആ പാമ്പടിച്ച വീട്ടമ്മ കേസ് കൊടുത്തിട്ട് എവിടം വരെ എത്തിയെന്നുള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീപക്ഷ നിലപാട് പറയുന്ന റിനി KJ ഷൈൻ ടീച്ചർ ഇനി മുന്നേക്ക് വരണം. എനിക്കിതൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പ്രക്ഷോഭം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം ഇത്തരത്തിൽ ഇനി വരണം. പക്ഷെ അത് ഈ പറഞ്ഞോണം ശുദ്ധികലശങ്ങൾ അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. കുടുംബം മീൻസ് ഞാൻ അങ്ങനെയല്ല, പാർട്ടിയിൽ നിന്ന്. ഇത് പാർട്ടി പരിപാടിയല്ലെന്നാ പറയുന്നത്, ഇനി സ്ത്രീകളുടെ ഒരു ഇതാണ്. പക്ഷേ ഈ ശൈലജ ടീച്ചറൊക്കെ ഇതുവരെ എവിടെ പോയിരുന്നു? അപ്പം എനിക്ക് പറയാനുള്ള മുകേഷ് MLA-യുടെ എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ അല്ലേ, കരഞ്ഞ് നിലവിളിക്കുന്ന ഒരിത്. മുകേഷിന്റെ ഭാര്യ തന്നെ നിലവിളിച്ച് സോഷ്യൽ മീഡിയ ഇത് ചെയ്തു. പിന്നെ നമ്മുടെ പാമ്പിടിച്ച സരിത എവിടെയാണോ എന്തോ അടുത്ത പരിപാടി. അതായത് മുകേഷിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത, നമ്മുടെ ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പണ്ട് മാധ്യമപ്രവർത്തകയായിരുന്ന സമയത്ത്, മാധ്യമപ്രവർത്തകയായി അവർ പ്രവർത്തിക്കുന്ന സമയത്ത് സരിത അവരോടാണ് മുകേഷിന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. എന്നിട്ടും ഈ അതുപോലെയുള്ള ഒരു മുകേഷിന് സീറ്റ് കൊടുത്ത് ചേർത്ത് നിർത്തിയ പാർട്ടിക്കാരാണ്. എനിക്ക് തോന്നുന്നു
തോന്നുന്നു ഇത് ഈ ഒരു പെൺ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് CPM-ലെ വനിതാ നേതാക്കൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെങ്കിൽ അത് ഈ പറയുന്ന പോലെ പാർട്ടി പരിപാടിയല്ല എന്ന് അവർ പറയുമ്പോഴും നമ്മൾ കണ്ടതാണ്. അവിടെ ശൈലജ ടീച്ചർ, KJ ഷൈന് അവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു പാർട്ടി അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ പല സ്ത്രീ നേതാക്കന്മാരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് അവരെ പങ്കെടുപ്പിച്ചില്ല? അത് പറ്റത്തില്ല. പക്ഷേ അപ്പോൾ ഇത് പാർട്ടി പരിപാടിയല്ല എന്ന് പറയുകയും എന്നാൽ പാർട്ടിയുടെ ഒരു എല്ലാ ഉണ്ടായിരുന്നു, ചടങ്ങിനുണ്ടായിരുന്നു. അവരെങ്ങനെ പറയുമെങ്കിലും നമുക്ക് കണ്ണുണ്ടല്ലോ. അല്ല, അപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പം CPM-ലെ വനിതാ നേതാക്കൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ CPM-ൽ ഒരു തിരുത്തു കൊണ്ടുവരാനായിരിക്കും. ഫ്രസ്ട്രേറ്റഡ് ആണല്ലോ ഈ പറയുന്ന വനിതാ നേതാക്കൾ. ഈ ഇത്തരത്തിൽ സഖാക്കന്മാരുടെ കുൽസിത പരിപാടികൾ അവിടെ ഇവിടെയും കട്ടിലിനടിയിൽ നിന്ന് സഖാക്കന്മാരെ തൂക്കുന്നു, പൊക്കുന്നു. ഇത് കൂടാതെ പാർട്ടി ഓഫീസിൽ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ ഇത്തരത്തിലൊക്കെ അവരാകെ ഇത് എങ്ങനെ ഇതിനെ ഒന്ന് പ്രതിരോധിക്കണം, എങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന് ഇവർക്ക് അറിയില്ല. അപ്പോൾ ഈ സ്വന്തം കൂട്ടരെ തിരുത്താൻ വേണ്ടിയാണോ ഇപ്പോൾ CPM-ലെ വനിതാ നേതാക്കൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്? ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു, അതുകൊണ്ട് ഇനിയെങ്കിലും സഖാക്കന്മാരെല്ലാം കോഴിക്കൂട്ടിൽ കയറണം എന്നുള്ള ഒരു നിർദ്ദേശമാണോ കൊടുത്തതെന്ന് നമുക്കറിയില്ല. കാരണം എനിക്ക് റിനി മൊത്തത്തിൽ അങ്ങ് മാറി കേട്ടോ. ഒരു മാസം മുമ്പുള്ള ഒരു റിനിയല്ല. നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ടാണ് ആ കുട്ടിയെ ഞാൻ കണ്ടത്. നല്ല മോഡേൺ ആയിട്ട് ക്യൂട്ടായിട്ട് ചില കേരളീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല ക്യൂട്ടായിട്ടാണ് കണ്ടത്. പക്ഷെ ഇന്നലെ ഒത്തിരി അങ്ങ് മാറി. ശരിക്കും ഒരു അസൽ സഖാത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലായി ചുരിദാറൊക്കെ ഇട്ട് നന്നായിട്ട് വേഷവിധാനങ്ങളൊക്കെ ചെയ്ത് അത് എനിക്ക്. പക്ഷേ റിനി ആ ഒരു വേഷമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് റിനിയുടെ പഴയ ഒരു കുറച്ച് ഇതായിട്ടുള്ള വേഷങ്ങളാണ് കുറച്ചുകൂടി. കുറച്ച് മോഡേൺ ഡ്രസ്സുകളാണ്. അത് പലരും പറയാറുണ്ട്. ഈ സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കൊക്കെ കൂടുതൽ റിനിക്കെതിരെ വരുന്നുണ്ട്. പക്ഷേ റിനിയായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് പ്രക്ഷോഭ എൻ്റെ ഒരു ആഗ്രഹം. ഇങ്ങനെ ഒരുമാതിരി CPM-ന്റെ പരിപാടി വരുമ്പോൾ മാത്രം ആ വസ്ത്രം ധരിച്ചൊന്നും വരണ്ട. റിനി അതെന്തോ പേടിക്കേണ്ട കാര്യമൊന്നും റിനിക്കില്ല. റിനി എങ്ങനെയാണോ റിനി ഈ ഒരു സ്ത്രീപക്ഷ നിലപാടുണ്ടോ, നമുക്ക് എന്തും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് അവരവരുടെ ഇഷ്ടമാണ്. ആ വസ്ത്രം തന്നെ ധരിച്ചുകൊണ്ട് CPM പാർട്ടിയിൽ ഇനി പങ്കെടുക്കണം. എന്താ പറയുന്നത് നമുക്ക് നോക്കട്ടെ. സൈബർ അറ്റാക്ക് വരുവാണെങ്കിൽ എല്ലാത്തിനും തൂത്തുവാരിയണം. അല്ല, സൈബർ അറ്റാക്ക് വരുന്നത് കാര്യം ഈ പറയുന്ന സഖാക്കന്മാർ തന്നെ പല പെൺകുട്ടികളുടെയും ഒക്കെ വേഷവിധാനങ്ങളെ ചോദ്യം ചെയ്ത് സംസാരിച്ചിട്ടുള്ളവരൊക്കെയാണ്. അവരങ്ങനത്തെ വേഷം ധരിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ നേരിടേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുരോഗമനവാദികളായിട്ടുള്ള CPM-കാർ മാറി. എനിക്ക് തോന്നുന്നു ഇപ്പൊ റിനി പറയുന്നുണ്ട് ഞാനൊരു രാഷ്ട്രീയത്തിലും ഇല്ലാന്ന്. പക്ഷെ റിനിയുടെ ഒരു ഭാവപ്പകർച്ച ഇന്ന് ഇപ്പൊ തിരിച്ച് ആ ഒരു അറ്റാക്കിന് ശേഷം സൈബർ അറ്റാക്ക് വീണ്ടും ഉണ്ടായി. ഈ പെൺ പ്രതിരോധം എന്ന് പറയുന്ന ഈ ഒരു പരിപാടി പങ്കെടുത്തതിന് ശേഷം വീണ്ടും സൈബർ അറ്റാക്കാണ് റിനിക്കെതിരെ. അപ്പൊ അത്തരത്തിലൊരു അറ്റാക്ക് ഉണ്ടായപ്പോൾ വീണ്ടും റിനി സോഷ്യൽ മീഡിയ വന്നപ്പോഴും ഇത്തരത്തിലുള്ള നല്ല ഈ സഖാക്കൾ അല്ലെങ്കിൽ ടീച്ചറമ്മയൊക്കെ ധരിക്കുന്ന പോലുള്ള എല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതെന്തിനാ പാടുന്നത്? CPM നേതാലെ CPM പാർട്ടിക്ക് റിനി എന്താണോ, റിനി എന്തോരം പ്രോഗ്രാമുകളിലും ഫംഗ്ഷനിലും ഇനോഗ്രേഷനും ഒക്കെ പങ്കെടുക്കുന്നു. എന്തെല്ലാം മോഡേൺ ഡ്രസ്സുകൾ. VD സതീശനുമായിട്ട് ഇന്ന് കേക്ക് മുറിച്ചപ്പോൾ പോലും വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സല്ലേ ധരിച്ചത്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ റിനിയെ കാണുന്നത് വേറെ ഏതോ കേക്ക് മുറി ചടങ്ങിലാണ്. നല്ല അടിപൊളി ഗൗണാണ് എന്താണെന്ന് അറിയില്ല, ഒരു വല്ലാത്തൊരു വസ്ത്രമായിരുന്നു. അപ്പോൾ അതിട്ടുകൊണ്ടാണ് റിനിയായിട്ട് തന്നെ ഇരുന്നുകൊണ്ട് തന്നെ സ്ത്രീപക്ഷത്തിന് വേണ്ടി, സ്ത്രീ നിലപാടിന് വേണ്ടി സംസാരിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു കാര്യം ഈ പരിപാടിയിൽ KK ശൈലജ ടീച്ചർ പങ്കെടുത്തതാണ്. അത് എനിക്ക് അങ്ങേയറ്റത്തെ വിഷമം ഉണ്ടാക്കി എന്നിൽ. കാരണം ഞാനും ആഗ്രഹിച്ചിരുന്നതാണ് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുകയാണെങ്കിൽ അതിന് ആരുടെ മുഖമായിരിക്കും എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് മനസ്സിൽ വന്ന ഒരേ ഒരു പേര് അത് KK ശൈലജ ടീച്ചർ എന്ന് തന്നെയായിരുന്നു. ഒരു പാർട്ടി മാറ്റിവെച്ചാൽ, പാർട്ടി നോക്കിയാൽ എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതിനൊക്കെ അപ്പുറത്ത് ഈ പാർട്ടി മാറ്റിവെച്ചുകൊണ്ട് പലരും ഒരേപോലെ ഒരേ മനസ്സോടെ പിന്തുണയ്ക്കുന്ന ഒരു വനിതയുമാണ്. അപ്പോൾ KK ശൈലജ ടീച്ചറിൻ്റെയൊക്കെ നിലപാടുകൾ മാറുന്നു. ഇവരൊക്കെ നിലപാടില്ലാത്തവരായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിലേറ്റവും ഇന്നലെ ഞാൻ ചർച്ചയിൽ പറഞ്ഞതാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ പെൺ പ്രതിരോധം എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ ശരിക്കും ഇരയാക്കപ്പെട്ടവരെ വേണം കൊണ്ടുവരാൻ. തീർച്ചയായും. അല്ലാതെ ഈ വൈറലാകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ അല്ല.
ഇരയാക്കപ്പെട്ടവരെ നിങ്ങൾ എപ്പോൾ കൊണ്ടുവന്നു ഒരു പരിപാടിയിൽ? നിങ്ങളുടെ പാർട്ടിയിലെ ആൾക്കാർ തന്നെ അങ്ങേയറ്റം ചവിട്ടി മെതിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് ഈ നാട്ടിൽ. ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അടിച്ചമർത്തപ്പെട്ടുപോയ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ ശബ്ദമാകാൻ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആശിക്കുന്ന ഒരുപാട്, ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഒന്ന് തല ഉയർത്തി അവർക്ക് ഈ സമൂഹത്തിന് മുന്നിൽ നിൽക്കണം. അതിന് കഴിയുന്നില്ല. കാരണം തല ഉയർത്താൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ചവിട്ടി അമർത്തപ്പെടുകയാണ്. അങ്ങനെയുള്ള സ്ത്രീകളുടെ ശബ്ദമാകാൻ എന്തുകൊണ്ട് ഇന്നത്തെ CPM-ലെ വനിതാ നേതാക്കൾക്ക് കഴിയുന്നില്ല? അത് ഒരു വലിയ ചോദ്യമാണ്. ഈ പാർട്ടി, ഈ സ്ത്രീ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയെ പിന്തുണച്ചിരുന്നവരിൽ സ്ത്രീകൾ വലിയ ഒരു പങ്ക് വഹിച്ചിരുന്നു. അതായത് വലിയ ഒരു ഭൂരിഭാഗം സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നതാണ്. കാരണം അവർക്ക് ഇന്ന് അനുഭവിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളും നേടിത്തരാൻ ഈ പാർട്ടിയിലെ പല നേതാക്കളും അവരുടെ ചോരയും നീരും കളഞ്ഞിട്ടുണ്ട്, അടി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നിരുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ ഇന്ന് സ്ത്രീകളാണ് ഈ പാർട്ടിയെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. നിങ്ങളുടെ നിലപാടുകളാണ്. ശൈലജ ടീച്ചറിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഒരല്പമെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇമ്മാതിരി പേക്കൂത്തുകൾക്ക് നിന്നു കൊടുക്കരുത്. തീർച്ചയായിട്ടും പ്രശോഭ, ഈ പെൺ പ്രതിരോധം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി, അതിനകത്ത് കണ്ണൊടുക്കെ നോക്കിയിട്ട് പ്രത്യേകിച്ച് അതിലെ സ്ത്രീകളെ എനിക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ, കേരളത്തിൽ ഇന്നും സാക്ഷരതാ കേരളം എന്നൊക്കെ പറയുമ്പോഴും നിരവധി വീട്ടമ്മമാർ, നിരവധി പെൺകുട്ടികൾ പീഡിപ്പിക്കും. ഞാൻ ഇന്ന് രാവിലെ നമുക്ക് വന്ന വാർത്തയാണ് CPM നേതാവിൽ നിന്ന് ഒരു 10ാം ക്ലാസ്സുകാരിക്ക് നേരിട്ട അനുഭവം. ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മരണപ്പെട്ടവരുണ്ട്. റേപ്പിൽ, അത് പീഡനത്തിൽ മരണപ്പെട്ട പെൺകുട്ടികളുടെ അമ്മമാരുണ്ട്. ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണമായിരുന്നു നിങ്ങൾ പെൺ പ്രതിരോധം എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകേണ്ടി വരത്തില്ലായിരുന്നു. നിരവധി പേര് നിങ്ങൾക്കൊരു കയ്യടി തന്നേന്. കാരണം അത്രത്തോളം സ്ത്രീകൾ, ഒരു നീതി തേടി പോകുന്ന സ്ത്രീകൾക്ക് വിലയില്ലാത്ത കാലഘട്ടത്തിലേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള ചില അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കള്ളത്തരങ്ങളിൽ മേലുള്ള ചില പടച്ചുവിടലുകൾ കാരണം, ചില ആരോപണങ്ങൾ കാരണം നീതി തേടി പോകുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക്, ബിന്ദു എന്ന ദളിത് സ്ത്രീക്ക് എന്ത് നീതിയാണ് വാങ്ങിക്കൊടുത്തത്? ആ സ്ത്രീ നിങ്ങൾ കൊണ്ടുവരാഞ്ഞത് എന്താണ്? ഇത്തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഡെയിലി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ഏകോപനമാണ് ഈ ഒരു പരിപാടി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇത് ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഇതിന് മുന്നോട്ട് വെക്കുന്നത്? ഇതൊന്നുമില്ലാണ്ട് കുറച്ച് സ്ത്രീജനങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ട് ഏതൊക്കെയോ ആരോപണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നത് ഇവർ വിചാരിക്കുന്നത് കോൺഗ്രസിലെ ആൾക്കാരാണ്, BJP-യിലെ അനുഭാവി. അങ്ങനെയൊന്നുമല്ല. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതല്ല, കോടാനുകോടിക്കണക്കിന് ജനങ്ങളാണ്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇവര് ഈ സൈബർ ആക്രമണം വരുമ്പോഴത്തേക്ക് ഉടനെ പറയുന്നത് ഇത് ഞങ്ങളുടെ എതിരാളികൾ. അങ്ങനെ ഒന്നുമല്ല. നിങ്ങളുടെ നിലപാടുകളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാത്ത ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവർക്കാകെ പ്രതികരിക്കാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ വിമർശിക്കുക എന്നുള്ളതാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റിനിയുടെ ഈ വാർത്തകൾക്ക് താഴെ, റിനി ഒരു വേദിയിൽ വരുന്നു, അതിനെ CPM പൊക്കിപ്പിടിക്കുന്നു, അതിന് താഴെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ കമന്റുകൾ ഇടുന്നത് സ്ത്രീകളാണ്. അവരുടെ പ്രതിഷേധമാണ് അറിയിക്കുന്നത്. കാരണം അർഹതപ്പെട്ടവർ, ആ ഒരു വേദിയിൽ പങ്കെടുക്കേണ്ടവർ തഴയപ്പെടുകയും വൈറലായി നിൽക്കുന്ന കുറെ ആൾക്കാരെ പൊക്കിപ്പിടിച്ച് വീണ്ടും ഒരു വേദിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്ക് നീതി കൊടുക്കുമെന്നാണ് ഈ പറയുന്നത്? ഈ 9 വർഷ കാലയളവിനിടയിൽ നിങ്ങളുടെ CPM-ലെ നിങ്ങളുടെ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. ഇവിടുത്തെ സ്ത്രീകൾക്ക് എന്ത് നീതി ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? എനിക്ക് എപ്പോഴും ഞാൻ CPM-ന്റെ കാര്യം പറയുമ്പോൾ, അതായത് CPM-ന്റെ സ്ത്രീകളോടുള്ള നിലപാടിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എപ്പോഴും ആദ്യം ഓർമ്മയിലേക്ക് വരുന്ന ഒരു മുഖം ആന്തൂരിലെ സാജന്റെ ഭാര്യയാണ്. അവരെ അങ്ങേയറ്റം അധിക്ഷേപിച്ച ആൾക്കാരല്ലേ നിങ്ങൾ? അവരെ എന്തെല്ലാം പറഞ്ഞു? ഭർത്താവ് നഷ്ടപ്പെട്ട നിങ്ങളാണ് അവരുടെ ഭർത്താവിനെ ഇല്ലാതാക്കിയത്. നമുക്കറിയാം, MV ഗോവിന്ദന്റെ ഭാര്യയാണ് അതിൽ പ്രതിസ്ഥാനത്ത് വന്നത്. അപ്പോൾ അവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ആ സ്ത്രീയെ നിങ്ങൾ ഏതെല്ലാം രീതിയിൽ വേട്ടയാടിയതാണ്. അവർക്ക് മോശപ്പെട്ട ബന്ധമുള്ളത് കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ കണ്ണൂരിലെ CPM നേതാക്കളുണ്ട്. അവരെ നിങ്ങൾ ഈ വേദിയിൽ കൊണ്ടുവന്ന് ഒരു മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറായിരുന്നുവെങ്കിൽ, ഈ CPM-ന്റെ വനിതാ നേതാക്കൾ അതിന് തയ്യാറായിരുന്നുവെങ്കിൽ ഒരു മാന്യത ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഈ മലർന്നു കടന്ന് തുപ്പുക എന്ന് പറയത്തില്ലേ, അതാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നിലപാടുമില്ലാത്ത കുറെ അധികം സ്ത്രീകളാണ് ഈ പാർട്ടിയിൽ ഇപ്പോഴുള്ളത്. അല്ല പ്രശോഭ, ഈ KK ശൈലജ ടീച്ചറിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീപക്ഷം എന്ന് പറയുന്ന, സ്ത്രീപക്ഷ പാർട്ടി എന്ന് പറയുന്നിടത്ത് ശൈലജ ടീച്ചറുടെ അവസ്ഥ ഇപ്പം എന്താണ്?
സംസ്ഥാന തലത്തിൽ പോലും അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന പാർട്ടിയിൽ പോലും വരരുതെന്ന് മുഖ്യൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, ദേശീയ പൂർണ്ണമായും. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചോദ്യം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് ശൈലജയുടെ പേര്. അതിനുശേഷം പിണറായി വിജയൻ ശൈലജയോട് കാണിച്ചത് എന്താണ് എന്നുള്ളത് കേരളത്തിന് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അവരാണ് പറയുന്നത് ഇത് സ്ത്രീപക്ഷ പാർട്ടിയാണെന്ന്. അതിനേക്കാൾ വലിയ കോമഡി വേറെ കാണത്തില്ല. ഐഷ പോറ്റി വലിയൊരു നേതാവാണ്, കൊട്ടാരക്കര ഐഷ പോറ്റി. അവരിപ്പോൾ CPM-ൽ പോലും പാർട്ടിയുടെ ഒരു ശ്രദ്ധിച്ചാൽ മതി. പണ്ട് ഈ പാർട്ടിയെ പിന്തുണച്ചിരുന്ന പല സ്ത്രീകളും ഇന്നിപ്പോൾ ഈ പാർട്ടി എന്ന് കേൾക്കുമ്പോ തന്നെ അവർക്ക് ചതുർത്ഥിയാണ്. അല്ല, അവിടെ ഏതാണ് ഇപ്പൊ ഇവരുടെ പാർട്ടിക്കകത്ത് തന്നെ എത്ര സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും? ഇപ്പൊ ചിന്താ ജെറോം ഉണ്ട്, PP ദിവ്യ ഉണ്ട്, മേയറൂട്ടി ഉണ്ട്, പിന്നെ ചിന്താ ജെറോം. അങ്ങനെ ഒരു പരിധി വരെ ഉള്ളൂ പ്രക്ഷോഭ. അത് അവരുടെ ഒരു യൗവനകാലത്ത് അല്ലെ അവർക്ക് വേണ്ടുന്ന ഒരു ഘട്ടം വരെ, അല്ലെ അവർക്ക് വേണ്ടുന്ന ചില വ്യക്തികളുണ്ട്, അതൊരു ഘട്ടം വരെ നിർത്തും. പക്ഷെ ഇവരെക്കാളും മുകളിലേക്ക് പോകുമെന്നൊരു ഘട്ടം, അതായത് സ്ത്രീകൾ ഞങ്ങളെക്കാളും തുല്യതയെന്ന് താഴെ വരെ അവര് അനുവദിച്ചു കൊടുക്കും. തോളത്തോടെ എത്തിക്കഴിഞ്ഞാൽ അവരപ്പോഴും അവരെ തല വെട്ടിയെടുക്കുന്ന ഒരു മനോഭാവമാണ്. അതാണ് ശൈലജ ടീച്ചറിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. പല പാർട്ടി ഐഷ പോറ്റി വലിയൊരു ഒരുപക്ഷെ കൊട്ടാരക്കരെ നമ്മൾക്കറിയാം ബാലകൃഷ്ണ പിള്ളയെ പോലുള്ള ഒരു നേതാവിന് എതിരെ മത്സരിച്ച് വിജയിച്ച് എത്ര തവണ വിജയിച്ചിരിക്കുന്ന ഒരു MLA ആണ്. അവരുടെ പേര് പോലെ ഈ അടുത്ത കാലത്താണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്, ഐഷ പോറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒന്ന് വളരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു തന്നെ നേതാക്കന്മാരെ കുതികാല് വെട്ടുന്ന ഒരു സംഭവം. എന്തായാലും ഈ പെൺ പ്രതിരോധം എന്ന് പറയുന്ന എല്ലാ ജില്ലയിലും നടത്തണം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ തിരുവനന്തപുരം മൂലം കാസർഗോഡ് വരെ നടത്തിയാൽ ചില മാറ്റങ്ങളല്ല, ചില ആൾക്കാര് തടിച്ചുകൂടി വരും. അപ്പം വേണ്ടുന്ന ശുദ്ധീകരണം ചിലപ്പോൾ അവിടുന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞതല്ലോ തന്നെ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു CPM-ന്റെ വനിതാ നേതാക്കളെല്ലാം അവരുടെ സ്വന്തം സഖാക്കളെ ശുദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായി. പക്ഷെ എനിക്ക് ഇന്നലെ വീണ്ടും അതിശയം തോന്നിയത് റിനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ യുവനേതാവിന്റെ പേര് ഒന്നും പറഞ്ഞു. എനിക്ക് വിഷമമാണ് അത് പറയുമ്പോൾ. അയാളെ വേട്ടയാടാൻ ഇട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇത്രയും നാള് എനിക്ക് പിന്നെ അതാണ് പ്രക്ഷോഭ. റിനി നിലപാട് മാറ്റരുത്. കാരണം ഈ പറയുന്നത് പോലെ 3.5 വർഷം ഒരു സൗഹൃദത്തോട് ഇത്രയും സഹിക്കുക, ഇത്രയും അശ്ലീല മെസ്സേജുകൾ അയച്ചിട്ടും ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരു സുഹൃത്തിനെ നന്നാക്കാൻ പെടുന്ന പാടുകളെ ഞാനൊക്കെ ആണെങ്കിൽ കാല് വാരി തൂത്തെറിഞ്ഞിട്ട് ചെവുക്കനെ നോക്കി 2 പൊട്ടിച്ചിട്ട് ഞാൻ വെച്ചിട്ട് പോടാന്നല്ല. പക്ഷെ റിനിയുടെ ആ ഒരു സഹിഷ്ണുതയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഇത്രയും നിലകൊണ്ട ഒരു സ്ത്രീ പക്ഷം എനിക്ക് ഒരിക്കലും നമുക്കൊന്നും മറക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെയാണ് ജനം തെറ്റിദ്ധരിച്ചത്, അവിടെയാണ് ഈ സൈബർ പുള്ളിങ്ങും. അതായത് ഈ റിനിയെ പോലെയുള്ളവർ പറഞ്ഞു വെക്കുകയാണ് ഇതാണ് സ്ത്രീപക്ഷം, ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, വർഷങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കുക, പിന്നെ എപ്പോഴേലും പ്രതികരിക്കുക. പക്ഷെ പാർട്ടി പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, നാടോ വീടോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എല്ലാരും എഴുതി അങ്ങ് വെച്ചു. പക്ഷെ ഇപ്പം റിനിയെ കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ റിനിക്ക് കിട്ടുന്ന ഒരു മറുപടി ഹൂ കെയർസ് എന്നാണ്. കൂടുതലൊന്നുമില്ല. ചർച്ചകളുമായി കാണാം. നമസ്കാരം.